അമ്മ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇത്രയും 10 വർഷം കഷ്ടപ്പെട്ട് നമ്മുടെ ഈ വീട് വെച്ചിട്ട്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇവിടം വരെ വന്നത്. 10 വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ഈ വീട് പണിഞ്ഞെടുത്തു. അങ്ങനെ 17-ാം തീയതി ഇവിടെ വന്ന് താമസിച്ചപ്പോൾ സന്തോഷം, സമാധാനം. സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇട്ട ഷർട്ട് എംപുരാൻ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. KGF-ന്റെ സ്ക്രിപ്റ്റ്, അതായത് അമരം KGF-ന് അന്നിട്ട കോട്ട, മോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ ചെലങ്കയുടെ എന്ത് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഇവിടെ ഹോം ടൂറിന് വന്ന അവതാരികയെ പുകഴ്ത്തി. അയ്യോ പേടിച്ചു പോയി ഞാൻ. അമ്മയാണോ വെച്ചത് ശ്രീകാന്തേട്ടൻ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി? നമുക്ക് ഇനി ആവശ്യം പറ്റില്ല. ഓക്കേ, അതൊരു കണ്ടുപിടുത്തമാണ് അല്ലേ? ഞാൻ കണ്ടുപിടിച്ചല്ല, ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇനാഗുറേഷനൊക്കെ പോയിട്ടുള്ള വണ്ടിയായിരുന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് പുറകെ തിരിച്ചു വന്നപ്പോ ഈ സാധനത്തിന് സെൽഫ് എടുക്കുന്നില്ല. സംഘാടകർ വന്നപ്പോ ഞാനൊന്ന് കിക്കറടിക്കുകയാണ്. എല്ലാരും എന്നെ നല്ല രീതിയിലും നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. വണ്ടി മേടിക്കണ്ട, ഭയങ്കര ബാധ്യത. പുള്ളിക്കാരി ആങ്കറിംഗും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ ചോദിക്കാത്ത. ഞാനത് അതിന് ആ വിഷയം അങ്ങനെ എടുത്തിടായിരുന്നു. ചാൻസ് ഉണ്ടോ? തട്ടിയേക്കാം. ലാലേട്ട മറ്റേ എന്റെ അമ്മയ്ക്ക് ചികിത്സ കൊടുക്കത്തില്ലേ എന്ന് അടിച്ചു പൊട്ടിക്കത്തില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. നമ്മളുടെ പഴയ ഓർമ്മകൾ അയവിറക്കാൻ പറ്റിയ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത് അല്ലേ? അമ്മ ആദ്യം വന്നു. അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത്. പക്ഷേ അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നേ ഇവിടെ വന്നിട്ട് ഇവിടെ കൂടുതലും ഇവരുടെ സാധനങ്ങളെക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനങ്ങളായിരിക്കും തോന്നുന്നത്. എല്ലാം ഷൂട്ടിന് വേണ്ടി നമ്മൾ മേടിച്ച ഡ്രസ്സുകളും സാധനങ്ങളുമാണ് ഉള്ളു. അതുകൊണ്ട് അപ്പോൾ ഇതിനകത്തല്ല, അത് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അടുത്ത ഷൂട്ടിനൊക്കെ എടുക്കാമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത്, അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി വാങ്ങിക്കുവാണോ ചെയ്യുന്നത് അതോ വാടകയ്ക്ക് എടുക്കുവാണോ? ചില സാധനങ്ങൾ വാടക കിട്ടത്തില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കും. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഷൂട്ടിന്? ഈ പെട്ടി നടന്ന സാധനങ്ങൾ, ഈ അലമാരിക്കുന്ന ഷർട്ടുകൾ. ലാലേട്ട മറ്റേ എന്റെ അമ്മയ്ക്ക് ചികിത്സ കൊടുക്കത്തില്ലേ എന്ന് അടിച്ചു പൊട്ടിക്കത്തില്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അവിടെ എടുത്തോണ്ട് വന്നത്, പിന്നെ കൊടുത്തില്ല. അങ്ങനെ ബാക്കി ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. ഈ പെട്ടിരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് മേടിച്ചതാ. ഓക്കെ, കൊള്ളാം. ഇല്ല ഞാൻ ഇടിക്കൂല, ഡോൺ വെറി. ഇതൊക്കെ നമുക്ക് കോസ്റ്റ്യൂംസ് ആണ്. ഇത് തുണിയാണ്. ഇത് പിന്നെ അമ്മയുടെ കല്യാണത്തിന് കിട്ടിയ കുടം. അമ്മയാണെങ്കിൽ കല്യാണത്തിന് കുടങ്ങളാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ തരുന്ന പോലെ പ്ലേറ്റിന്റെ ഇതോ അല്ലെങ്കിൽ ഗ്ലാസ് ഇതൊന്നും അല്ല. അവിടെ നമ്മള് കുടം, പ്ലേറ്റ് ഉണ്ട്, കുടമുണ്ട്. ഈ കുടത്തിന്റെ പ്രത്യേകത എന്താ? കല്യാണത്തിന് കിട്ടിയ സമ്മാനം, അതാണ് പ്രത്യേകത. വിൽക്കാൻ സമ്മതിക്കൂലേ അമ്മ? ചോദിച്ചിട്ടില്ല. അതെ, ഇപ്പൊ ഒരു സിഗ്നൽ കിട്ടിയല്ലോ, ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയ സ്ഥിതിക്ക്. ഇത് പിന്നെ നമ്മള് അന്ന് ചെറുപ്പത്തിൽ നടക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പൊ മറ്റേ മേടിക്കുമല്ലേ കടയിൽ നിന്ന്? അതെ, അന്ന് ഇങ്ങനെ തടിയിൽ ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് എന്നുണ്ടാക്കിയതാ? എത്ര വർഷമായിരുന്നു ഇത്? സാവിയോ നമ്മുടെ ചേച്ചിയുടെ മോൻ നടക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന ഓച്ചറയാണ്. ഞാൻ വിചാരിച്ചു ശ്രീകാന്തേട്ടൻ യൂസ് ചെയ്തായിരിക്കും. ഇത് ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? അവിടുത്തെ പിള്ളേരെല്ലാം യൂസ് ചെയ്തത്. സിസ്റ്റം ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അതെ, ഇളകി പോയതല്ല, സെറ്റ് ചെയ്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഇവിടെ ആരോ താഴെ ഇട്ടപ്പോ പൊട്ടിപ്പോയതാ, റെഡിയാക്കി വെക്കാൻ വേണ്ടിട്ട്. അതെ, ചേച്ചിയുടെ മോന് വേണ്ടി എടുത്തോണ്ട് വന്നയാ. ഇതൊക്കെ പണ്ടത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളല്ലേ? ഇത് എംപുരാൻ ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. അതൊക്കെ വൈറലായത്. എബ്രഹാം ഖുറൈശി. എബ്രഹാം ഇത് വെച്ചിട്ട് പറഞ്ഞ ഒന്നുകൂടി ചെയ്ത് നോക്കുന്നു. ഓർമ്മയുണ്ടോ സീനൊക്കെ? അടുത്ത് ഇറങ്ങിട്ട് വേണം ചെയ്യാന്ന്. ഫുൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫാമിലിയാണ് ഇവിടെ. ഒന്നും ഒരു പ്രശ്നമല്ലാന്നല്ലേ? ഇതെന്താ കത്തുകളാണോ അതോ തിരക്കഥകളാണോ? ഒരു പെട്ടി നിറയെ ഇവിടെ അഭിനയിക്കുമ്പോ എഴുതുന്നതാ. ഇനി നമുക്ക് അവിടേക്ക് ഈ രണ്ടാലം ജോൺ ഹോനായിട്ട് അഭിനയിക്കാൻ ഫോട്ടാണ്. മേടിച്ചതാണ് നമ്മൾ. ഈ കളർ നമ്മൾ തപ്പി നടന്നു. ഹോനായി അതിനകത്ത് എല്ലാം ഈ കളർ. അതെ 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 അതെ, അത് തന്നെ നമുക്ക് കിട്ടി. പിന്നെ തിരിച്ചു കൊടുത്തില്ല, മേടിച്ചതാ. അതെ, അല്ല പിന്നെ ഇനിയിപ്പോ അത് വേറെ യൂസ് ചെയ്തില്ല. വേറെ എണ്ണത്തിൽ നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇട്ട ഷർട്ടാണ്. വാവ്, സൂപ്പർ ശരണ്യ. അതൊന്ന് തുറന്നു കാണിക്കതേ.
ഒരു അവാർഡ് പോലെ വെച്ചിരിക്കുക. അടിപൊളി. ഇവിടെ ആദ്യത്തെ ഇതാണ്. ഞാൻ കുറെ ഷർട്ട് കൊണ്ടുപോയി. ഞാൻ ആദ്യം വേറെ ഷർട്ട് ഇട്ടത്. അപ്പൊ എന്നിട്ട് ആ ഷർട്ടൊക്കെ കളർ മാച്ചാവാത്തോണ്ട് പുള്ളി ഇട്ട കളർ ഷർട്ടുമായിട്ട് അവസാനം അതിൽ നിന്ന് DOP സെലക്ട് ചെയ്തതാണ് ഇത്. പിന്നെ അതിങ്ങനെ ഓർമ്മയ്ക്കായി വെച്ചേക്കുക. കൊണ്ട് നടക്കും. ഇത് പ്രോപ്പറായിട്ട് ഈ വീട് സെറ്റ് ആവാത്തോണ്ട് ഇത് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതെ, അങ്ങനെ ഷൂട്ടിന് വേണ്ടി സാധനങ്ങളാണ് ഇതെല്ലാം, ഡ്രസ്സുകളെല്ലാം. ഈ അലമാര ഫുൾ അതായിരിക്കും അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആണല്ലോ അല്ലേ? അതാണ്. അതെ, അത് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുന്നത്. അതെ, ഒരു അവാർഡ് പോലെ വെക്കാം നമുക്ക്. അതെ. ഈ അലമാരയൊക്കെ വീട്ടിലുണ്ടായിരുന്നേ പണ്ടത്തെ? പഴയ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ ഡ്രസ്സൊക്കെ ഇരുന്ന അലമാരിയാണ്. ഇതും ഇതവിടെ ഇരിപ്പുണ്ട്. 3 എണ്ണം ഉണ്ട്. ഇത് ഞങ്ങളുടെ പണ്ടത്തെ വീടോടുള്ള അലമാരിയായിരുന്നു. പറഞ്ഞു ഇത് മതിയടാന്ന് പറഞ്ഞിട്ട് അവന്റെ പഴയ ഒരു ഫോട്ടോ അന്നൊരു കാണിച്ചില്ലേ, ആദ്യത്തെ ഫോട്ടോ, കുടുംബ ഫോട്ടോ, അന്ന് ഉണ്ടായിരുന്ന അലമാരിയാ ഇത്. ഓക്കെ. ഇത് ആരുടെ ആയിരുന്നു? ഏതാ? ഈ ഡംബൽ. കളിക്കുന്ന കളിപ്പ. ഇത് ഡംബൽ. ഡംബൽ ഇപ്പഴും യൂസ് ചെയ്യും? ഇല്ല, ചുമ്മാ വെച്ചേക്കുവാ. ചുമ്മാ വെച്ചേക്കുവാണ്. ചിലരെങ്കിലും വിചാരിച്ചിട്ടാണ് നമ്മൾ ജിമ്മാണെന്നുള്ളതൊക്കെ. നമ്മൾ എന്തിനാ അതല്ലാതെ വേണ്ടെന്ന് വെക്കുന്നത് അല്ലേ? പിന്നെ സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ വെച്ചേ. ഒരു കെട്ടുണ്ട്. ഇത് പണ്ട് ടൈം ട്രാവൽ വീഡിയോ ചെയ്തപ്പോൾ എഴുതിയ സ്ക്രിപ്റ്റ്. ഓക്കെ. വാച്ചിൽ നോക്കുന്നു, ഫോൺ എടുത്ത് ഫ്രണ്ടിനെ വിളിക്കുന്നു. ഓ, KGF ഒക്കെ നമ്മളുടെ ഫേവറേറ്റ് ആണ്. നമ്മളെല്ലാം എടുത്തത് തന്നെ അല്ലേ? എല്ലാം എടുത്തു കഴിഞ്ഞതാണ്. ഓക്കെ. ഒരു പെട്ടി നിറച്ചുണ്ട്. പോലീസ് തൊപ്പിയൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരം പോലീസ് വേഷം ചെയ്യുന്നോണ്ട് പിന്നെ ആരെ ബുദ്ധിമുട്ടിക്കണ്ട, നമ്മൾ വാങ്ങിച്ചു സ്വന്തമായിട്ട്. SI ഒക്കെ ആയിട്ട് വരാറുണ്ട്. അതെ, അമ്മക്ക് ഇഷ്ടമാണ് SI ആയിട്ട് വരുന്ന റോൾ ഇഷ്ടമാണോ? അതെ. ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് മാറിക്കണം പറഞ്ഞു. ഇങ്ങോട്ട് മാറിക്കടാ. അയ്യോ, അങ്ങനെയൊക്കെ പറയാൻ ഇഷ്ടം അമ്മയ്ക്ക്. പേടിച്ചു പോയി ഞാൻ. വേറെ എന്തൊക്കെ പറയാൻ ഇഷ്ടം? എന്റെ മുഖത്ത് നോക്കി ഒരു ഡയലോഗ് പറഞ്ഞു. അവൻ പറയുന്ന എല്ലാം പറയും. ഇല്ല, പറഞ്ഞില്ലേ അവൻ വഴക്ക്. ശ്രീകാന്തേട്ടൻ പറയാതിരിക്കുന്നേ നല്ലത്. എന്നാലും അമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഡയലോഗ് പറ. എന്ത് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഇത് നമ്മൾ തംബ്നെയിലിൽ ഇടാൻ പോകുന്നു. ഇവിടെ ഹോം ടൂറിന് വന്ന അവതാരികയെ പുകഴ്ത്തി ശോഭന. എന്താ പറയണം? എന്തേലും KGF അന്നിട്ട കോട്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ്റെയാ. KGF വീഡിയോ ചെയ്തില്ലേ അന്ന് അവൻ്റെ ഇത് മേടിച്ചോണ്ട് വന്നാ. പിന്നെ അത് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇത് നമ്മുടെ കോട്ടയായിട്ട്. ഇപ്പൊ ഇനി ഈ വീഡിയോ കാണുമ്പോ ചോദിച്ചോളും. ഇത് ഏതോ സിനിമയിലുള്ള കോട്ട കേട്ടോ. അവൻ ആ സിനിമയിൽ ജൂൺ സിനിമയ്ക്കകത്ത് അർജുന അശോകനോ ആരോ ഇട്ടിട്ട് വരുന്നൊരു കോട്ട. ഇത് ജൂണില് അർജുന അശോകനില്ലേ, ജൂണ് പോലീസുകാരനായിട്ട് അന്നെങ്ങാണ്ടുള്ള കോട്ട എന്ന് അവൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി. അടിപൊളി. അതെ, ഇപ്പൊ മറന്നുപോയതാന്ന് തോന്നുന്നു. ഇനി ഓർത്തോളും. ഉടനെ വരും. ഡോൺ വെറി. ഈ കോട്ട എത്ര നാൾ ഇവിടെ കിടക്കുന്നു. പിന്നെ ഫാനൊക്കെ നമ്മൾ താഴെ ഫിറ്റ് ചെയ്യുന്ന പഴയ ഫാനുകളായിരുന്നു. ഞാൻ ചോദിക്കാനിരിക്കുന്നു, ഒരു നിരയില് 3 ഫാനൊക്കെ. അതല്ല, ഇനി അങ്ങോട്ട് താഴെ ആയി പോവേ, കൈ തട്ടും ഇങ്ങനെ അങ്ങോട്ടിട്ട. അപ്പൊ ഇതാണ് നമ്മളുടെ ഏരിയ. നമുക്കൊന്ന് താഴേക്ക് പോയാലോ? താഴേക്ക് പോയി ഇത് ഷീറ്റ് ഇട്ടത് മണ്ടക്കോട്ട്, അത് സ്ലൈഡ് ചെയ്താൽ മേളിലോട്ട് കയറി പോകും. ഇതെന്താ സംഭവം എന്നൊന്ന് പറഞ്ഞിട്ട് പോക്കോ. അതായത് ഇതിന് മുകളിലാണ് വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം നോക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തത്. അതാകുമ്പോ സിമ്പിൾ ആയിട്ട് കയറാമല്ലോ. അല്ല നോർമൽ ഏണി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആർക്ക് വേണം കയറി പോകാൻ. ഓക്കെ, എന്നെ കൊണ്ട് കഴിക്കാനാ നോട്ടം. അതുകൊണ്ട് എളുപ്പവഴിയായിന്ന്. ഓക്കേ, അടിപൊളി. അതും ഒരു കണ്ടുപിടുത്തമാണ് അല്ലേ? ഞാൻ കണ്ടുപിടിച്ചല്ല, അത് ഇതൊക്കെ തന്നെ. സജസ്റ്റ് ചെയ്താ, അല്ല നമ്മൾ വേറൊരു പ്ലാൻ ആയതുകൊണ്ടായിരുന്നത്. അതെ, അത് മാറ്റി ഇങ്ങനെ ഇത് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാന്നായിരുന്നു. പുള്ളി പറഞ്ഞ് ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞത്, സ്പേസും ലാഭിക്കാം. അതെ. ഓക്കെ, അപ്പൊ നമുക്കിനി താഴേക്ക് പോവാം. ഇവിടെ ഇടയ്ക്ക് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്, നല്ല രസമുള്ള ഡിസൈൻസ്. ഇത് നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചത്. ഇത് എത്രയായിരുന്നു? 1500 രൂപ കണ്ട ഇതിനാണ് ഒരെണ്ണത്തിന്. ഓക്കെ, ഞാൻ പിന്നെ
ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സാധാരണ ഞാൻ ഈ പിള്ളേരുള്ള വീട്ടിലാണ് ഇതുപോലത്തെ ഒരു ഡോറ് കാണാറ്, അവർ പുറത്തേക്ക് ഇറങ്ങി പോവാതിരിക്കാൻ. ഇതിന്റെ ഒരു ഗുഡൻസ് ഇവിടെ എന്തിനാ വെച്ചെന്നുള്ളതൊന്ന് പറയാ. അമ്മയാണോ വെച്ചത് ശ്രീകാന്തേട്ടൻ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി? ഈയിടെ വെച്ചതാ. അതല്ല, ഇത് നമ്മൾ ശരിക്കും ഇതില്ല, ഈ പട്ടി ശല്യം ഇവിടെ. ഓക്കെ, മതില് പണിയുന്നതിന് മുമ്പ് പട്ടികൾ ഇവിടെ കയറി കിടന്ന് ഇവിടെ കിടക്കുന്ന സാധനം കടിച്ചു പറിക്കും. അങ്ങനെ ഇവിടെ ഈ ഇത് നമ്മൾ ഈ പുല്ലിട്ടപ്പോ ആ പുല്ലുകൾ വന്ന് ഇത് മൊത്തം കടിച്ചു പറിച്ച് ഇതില്ലേ ഈ സാധനം ഞമ്മളിപ്പോ ഇത് മൊത്തം കടിച്ചഴിച്ചു വിട്ടേക്കുന്നു. പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്താ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്. അല്ലാതെ കടിച്ചു പറിക്കും ഓരോന്നൊക്കെ. അതെ അതെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇവനങ്ങ് പോകും. പോവും. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെ, അത് കറക്റ്റാ. എന്തായാലും സാരല്ല, നല്ല നമുക്ക് ഇനി ആവശ്യം കൊണ്ട് പറ്റില്ല. അതെ, എന്നെ തളയ്ക്കാൻ ഇത് എന്നെ തളയ്ക്കാൻ മണി ഒന്നും കൂടി അടിച്ചേക്കാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതാരോ ഗിഫ്റ്റ് തന്നാണ്, ആരാന്ന് കണ്ടു മറന്നുപോയി, ആരാ തന്നെ ഓർമ്മയില്ല. അതെ, ആരെ തന്നെ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. കമന്റ് ബിലോ. തിരിച്ച് മണി മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വരാനാ. ഇത് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ സ്കൂട്ടറായിരുന്നു, ചേച്ചിയായിരുന്നു മേടിച്ചത്. പിന്നെ അവര് അവിടെ പോയപ്പോ നമുക്ക് തരികയായിരുന്നു. നമ്മുടെ ഈ വണ്ടി കാർ മേടിച്ചിട്ട് കുറച്ചാളായത്. അതിനു മുന്നേ കോസ്റ്റ്യൂം എടുക്കാൻ പോകുന്നതും എല്ലാം എവിടെ വേണേലും പോകുന്നതും എറണാകുളം വരെ യാത്ര ചെയ്തിട്ടുള്ള എടുത്തോണ്ട് പോവാ, ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഒരു ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ നമ്മളിങ്ങനെ ഇനാഗുറേഷൻ ഒക്കെ വരുന്ന ഒരു കാറേ വരുമെന്നാണല്ലോ ഒരു ഇത്. അപ്പൊ ഞാൻ വണ്ടി പുറകെ കൊണ്ടുവച്ചിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് പുറകെ തിരിച്ചു വന്നപ്പോ ഈ സാധനത്തിന് സെൽഫ് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ അപ്പം ഓൾറെഡി നമ്മളങ്ങനെ വന്നവരോട് പറഞ്ഞില്ലേ, ഞാൻ തിരിച്ച് അവര് സംഘാടകർ വന്നപ്പോ ഞാനൊന്ന് കിക്കർ അടിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇനാഗുറേഷൻ ഒക്കെ പോയിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ ഫസ്റ്റ് ഇനോഗ്രേഷന് പോയത് ഈ വണ്ടിയിലായിരുന്നു. ഇത് നമ്മൾ ഈ കാർ മേടിച്ച് 2 വർഷമായില്ല, ഫുൾ യാത്ര ഇതിലായിരുന്നു നമ്മൾ എല്ലായിടത്തും പോകുന്നത്. ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഏറ്റവും വലിയ ഡ്രീം അച്ചീവ് ചെയ്യുന്നത് ഇതിന്റെ പണിയെടുത്ത് ഇതിന്റെ ചാറ് വരുത്തി വെച്ചേക്കുന്ന വണ്ടിയാണിത്. നമ്മളിതിൽ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാമിന് പോയിട്ടുള്ള വണ്ടിയാണ് ഫസ്റ്റ് വണ്ടി. ഇത് മേടിച്ചാണ് എനിക്ക് ഭയങ്കര ഒരു അതിലെനിക്ക് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വണ്ടി എന്റെ ജീവിതത്തിലാക്കി വിചാരിച്ചിട്ടില്ല. വണ്ടി മേടിക്കാന്നൊക്കെ ഉള്ളത്, വീട് വെക്കുക എന്നുള്ളത് തന്നെ വലിയ കാര്യം എന്ന് പറയാം. വണ്ടി ഞാൻ വണ്ടി മേടിക്കാൻ പോയപ്പോ പറഞ്ഞു പോവേണ്ടെന്ന് പറഞ്ഞു. എല്ലാരും എന്നെ നല്ല രീതിയിലും നിരുത്സാഹപ്പെടുത്തിയായിരുന്നു, വണ്ടി മേടിക്കണ്ട, ഭയങ്കര ബാധ്യത, ഇത്രയും കാശ്. നമ്മൾ ഇതിട്ട് EMI ഇട്ടാണ് മേടിച്ചത്. എങ്കിലും ഇതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഉപകാരമായി. പ്രോഗ്രാമിന് പോവാ, അല്ലെങ്കിൽ നമ്മളവിടെ ഇവിടുന്ന് ഒരു വണ്ടിയെ പോകണം, രാവിലെ അവിടെ ഉറക്കപ്പിച്ചതിൽ എറണാകുളത്ത് എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ വണ്ടി കൊണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അതെ, നമ്മള് മേടിച്ച സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അതൊരു ഡ്രീം ആണല്ലോ. അതെ അതെ അതെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. വെയിലുള്ളത് ഇപ്പൊ ഈ ചൂടത്ത് എങ്ങനെ പോകും, അങ്ങനെ യാത്ര ചെയ്യാനുള്ള വണ്ടി. മാരുതിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും ഉണ്ട്, പിന്നെ മെയിൻ്റനൻസും വലിയ കുഴപ്പമില്ല. നമ്മളെ അത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് മേടിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ വണ്ടി മേടിച്ചപ്പോ. അതെ, അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ സന്തോഷം? പൈസ ഇങ്ങനെ കൂടുതലും റെഡി ക്യാഷ് അല്ലല്ലോ എടുക്കുന്നത്. അതെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നമില്ല മോൻ, അതൊക്കെ സോർട്ട് ചെയ്തിട്ട് റെഡി ക്യാഷ് വെച്ചിട്ടല്ലോ പരിപാടി. റെഡി ക്യാഷ് വന്നിട്ട് മേടിക്കാൻ അതെ, അതിൽ ലാഭം EMI തന്നെയാ. അടച്ചു പോവാലോ. പിന്നെ തീരാറായി. ഇപ്പൊ ഹാപ്പി അല്ലേ? അമ്മേനെ എവിടെയൊക്കെ കൊണ്ടുപോയി നമ്മള്? സ്ഥലമൊന്നും ഇല്ല. കഴിഞ്ഞ ആഴ്ച വണ്ടർല വരെ പോയി. വണ്ടർല പോയതിന്റെ പിറ്റേ ദിവസം ആശുപത്രിയിലായിരുന്നു. ഈ സ്റ്റെപ്പ് കയറിട്ടെ ശ്വാസം മുട്ടായിട്ട്. അങ്ങനെ ഹൈറ്റ് അല്ലേ, അപ്പൊ മറ്റേ ആർട്ടിഫിഷ്യൽ സീ ഇല്ലേ, അതിൽ മാത്രമേ പോയുള്ളൂ. എന്നിട്ട് തന്നെ വയ്യാതായി. പരസ്യത്തിന് പോയതാ, അപ്പൊ അതിലൊന്ന് ഇറങ്ങി ഇങ്ങനെ കുളിക്കുന്ന കാണിക്കാൻ. അടിപൊളി. എന്നിട്ട് എനിക്ക് വയ്യായിരുന്നു. അതെ, കുഴപ്പമില്ല, എന്നാലും പോകാൻ പറ്റിയല്ലോ അവിടെ അല്ലേ? എവിടെയാണേലും കൊണ്ടുപോകും. അതെ, മോനോട് ഭയങ്കര ഒരു സ്നേഹം. എനിക്ക് തോന്നുന്നത് അമ്മ ഭയങ്കരമായിട്ട് ശ്രീകാന്തേട്ടന്റെ കാര്യം ഇങ്ങനെയൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞാലും ഭയങ്കര വിശ്വാസമാണെന്ന് തോന്നുന്നല്ലേ ആളെ? എങ്ങനെയാന്ന് വെച്ചാൽ ആള് എല്ലാം സോർട്ട് ചെയ്യും, എല്ലാം സെറ്റ് ആക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അല്ലേ? അതെ, അത് തന്നെ ആയിരിക്കും. ഇല്ല, ചേച്ചിയുടെ കാര്യം കൂടി പറ. ചേച്ചി അളിയനും ഇപ്പൊ അവിടെ 6 വർഷമായില്ലേ, കാനഡയിലാണുള്ളത്. അളിയന്റെ പേര് ഷാജി.
ചേച്ചിയുടെ പേര് ശ്രീജ, മോനെ ടി സാവിയോ പഠിക്കുന്ന സിയ. സാവിയോ എന്നാണ് മോന്റെ പേര്, മോടെ പേര് സിയ എന്നാണ് പേര്. അവരവിടെ ഇനി അടുത്ത വർഷം വരുമായിരിക്കും. അവര് ഹാപ്പിയാന്ന് തോന്നല്ലേ അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ? എപ്പോഴും വിളിച്ച് പറയും നല്ലതായിരുന്നു, അമ്മയ്ക്കാ കൂടുതൽ ഫാൻസ് എന്നൊക്കെ. അത് കറക്റ്റ് ആണ്. അതെ, അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതിപ്പോ നമ്മള് വീടിന്റെ ചുറ്റും പുറമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വരെ എനിക്ക് തന്നെ സെറ്റായിട്ട് മതിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? അതുപോലെ കെട്ടിയതാണ്. കിടക്കുമായിരുന്നു. ഞാൻ ചെയ്യട്ടെ, ഇപ്പോൾ ചേച്ചിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6 വർഷമായിട്ട് പുറത്താണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഗ്രോത്ത് ഒക്കെ ഈ ഒരു 6 വർഷത്തിലാണ് വരുന്നത്. അപ്പം ചേച്ചിയുടെ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? ആദ്യമായിട്ട് വീഡിയോ ഇടുന്നു, അമ്മ അഭിനയിക്കുന്നു, ചേട്ടൻ ഫിലിം ചെയ്യുന്നു. അപ്പോഴൊക്കെ ചേച്ചിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ചേച്ചി വിളിച്ചിട്ട് എന്താ പറഞ്ഞത് ആദ്യമായിട്ട്? അവര് ഇതെല്ലാം കാണും, അഭിപ്രായങ്ങളൊക്കെ പറയും. എന്നിട്ട് ചേച്ചി എല്ലാവർക്കും അവിടത്തെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അത് ചേച്ചിയുടെ പരിപാടി. കാനഡയിലുള്ള എല്ലാവരോടും പറയും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, അങ്ങനെ കുറെ ഓഡിയൻസിന് ചേച്ചി അവിടെ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെ, കാനഡയിലും ഇപ്പൊ നമുക്ക് ഫാൻസ് ഉണ്ട്. അതെ, അവിടെ ചെടിച്ചട്ടി വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കാത്തോണ്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെടി നടാന്ന് വിചാരിച്ചു. നമ്മള് സ്റ്റോൺ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെയും നമ്മള് ചെടി. ചേട്ടന് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, അമ്മയ്ക്ക് വേണ്ടിട്ട്. അതെ, അമ്മയ്ക്ക് വേണ്ടിട്ട്. ഇത് വീട് പൊളിക്കുന്ന ചെടിയായിരുന്നു, എല്ലാം പോയതാ. അപ്പൊ ഇതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കട്ടിലും പണ്ടൊരു വീട്ടിൽ നിന്ന് മേടിച്ച. എത്ര രൂപ വെക്കാമേ? 500 രൂപ. 500 രൂപയ്ക്കാ? എത്ര വർഷം മുമ്പ്? 20 വർഷമായോ? 20. അതായത് ഇവിടെ ഇതിനപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അവര് ഇതൊക്കെ വിറ്റിട്ട് അമേരിക്കക്ക് പോയി. അപ്പൊ അവരുടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയി 500 രൂപയ്ക്ക് മേടിച്ചതാണ് ഈ കട്ടിൽ. അതായത് ആവശ്യമില്ലല്ലോ, ഒട്ടും സ്പേസ് ഇല്ല. ഇത് എന്ത് ചെയ്യാനാ? അമ്മ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അമ്മയുടെ ഒരു ആഗ്രഹം പറയുന്നത്. ഇത് നമ്മള് ഇവിടെ ഒരാളെ വിളിച്ച് അന്നത്തെ കാലത്ത് പണിയിച്ചതാ. വീട്ടിലിരുന്ന് തന്നെ ഈ കാലൊക്കെ വെച്ച് ഡൈനിങ് ടേബിളെ തേക്ക്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മേശ. ഇതിലായിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഇത് നമ്മൾ ആ റൂമിൽ ഇട്ടേക്കുവായിരുന്നു. അവിടെ ഇരുന്നായിരുന്നു. ഇപ്പൊ ഇതെല്ലാം നശിച്ചു പോയി. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വാഴയുടെ ഒരു ഭംഗിയാണോന്ന് അറിയില്ല. അത്തിമരം വെക്കാന്നുള്ള പ്ലാനില്ല. അതാകുമ്പോ ഒറ്റ മരത്തിൽ തന്നെ ഫുള്ള് തള്ളി കിട്ടുമല്ലോ. മറ്റേ അത്തിമരം അറിയാം. അത്തിമരം വെച്ച പിന്നെ വേറെ ഒന്നും നട്ടാൻ പറ്റത്തില്ല. ഇവരിപ്പോഴാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ചീനി നടണം, ഇഞ്ചി നടണം, എല്ലാം നമുക്ക് ലെവലാക്കി എടുക്കണം. ഈ തന്നെ ശ്രീകാന്തയുടെ കല്യാണം ആവുമ്പോഴേക്കും ഒരു ലെവലില്ല. പടം കൂടെ ഇറങ്ങി കഴിയുമ്പോ ഞാൻ വേറെ ലെവലാവുന്നത് വേണം ഇത് ലെവലാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫിയാൻസി ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോ നമ്മള് കല്യാണം കഴിക്കും. 5 മാസമല്ലേ പറഞ്ഞിരിക്കുന്നത്? 5 മാസത്തിനുള്ളിൽ കെട്ടണം. 5 പോരല്ല. പുള്ളിക്കാരെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് പഠിച്ചായിരുന്നു. അതിൽ 1ാം റാങ്ക് കിട്ടിയായിരുന്നു. ഓക്കേ, പുള്ളിക്കാരി ഇനി അതും ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണം. അല്ല, ഇനി നമ്മൾക്ക് 2 പേരുടെ അല്ലല്ലോ, ഇനി 3 പേരുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ അമ്മേ? പുള്ളിക്കാരി അവിടെ ഇറങ്ങണം. ഇഷ്ടം കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞോ. അമ്മക്ക് വീട്ടിൽ ഇഷ്ടമായിരുന്നു. അതെ, അമ്മ ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പൊ അമ്മ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ചേച്ചിയും വരട്ടെ അല്ലേ? കൊണ്ടുവരണം. പുള്ളിക്കാരി ആങ്കറിംഗും ചെയ്യും. അടിപൊളി. നിങ്ങളെയൊക്കെ ഫീൽഡ് ഔട്ട് ആക്കാൻ. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ ചോദിക്കാത്ത. ആ വിഷയം അങ്ങനെ എടുത്തിടാഞ്ഞത്. ഇനി അതും കൂടി ചാൻസ് ഉണ്ടോ? ആങ്കറൊക്കെ തട്ടിയേക്കാം. അപ്പൊ നമ്മള് വീടൊക്കെ കണ്ടു. നല്ല അടിപൊളി വീട്. ഹാപ്പി ആയിട്ട് അമ്മ ഹാപ്പി അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മളിവിടെ സാധാരണ വീട്ടില് നമ്മൾ പേര് കഴിഞ്ഞിട്ട് വീട്ടുപേരാണ് വെക്കാറ്. പക്ഷെ ഇതൊരൊറ്റ പേര് മതി, ശ്രീകാന്ത് വെട്ടിയാർ എന്നുള്ളത്. ഞാൻ ഇൻട്രോയിലും പറഞ്ഞു, വെട്ടിയാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് ഒരൊറ്റ പേരാണ് അല്ലേ? അതെ, ശ്രീകാന്ത് വെട്ടിയാർ. ആണോ? ഞാൻ പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതെ, ആള് അതിനുള്ളതുണ്ട്. ആള് ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. വെട്ടിയാർ എന്ന് പറയുമ്പോഴേ നമുക്ക് ആദ്യം വരുന്ന പേരാണ് ശ്രീകാന്ത് എന്നുള്ളത്. ശ്രീകാന്ത് വെട്ടിയാർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
ഇത്രയൊക്കെ ഒരു പേര് ഇരിക്കട്ടെ. അതെ, സ്വന്തം പേരില് അങ്ങനെ തന്നെ അറിയട്ടെ ഇത്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം നീ പറഞ്ഞോ ഇതിലെ പോകുമ്പോ അങ്ങോട്ട്. അല്ല, എന്നെ കല്യാണത്തിന് വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണത്തിന് വിളിക്കും, പിന്നെ വിളിക്കാലോ അല്ലേ? നിങ്ങള് ഇത് ഹോം കല്യാണം, ഹോം ടൂർ. അതെ, കല്യാണത്തിന് വ്ളോഗായിട്ട് വരാം. കല്യാണം ഇദ്ദേഹത്തിന് ഫുള്ളായിട്ട് കൊടുക്കുക. വേറെ ചാനലുകാരെയും നമ്മളെ വിളിക്കുന്നില്ല. എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ തന്നെ വന്ന് കല്യാണം എടുക്കാം അല്ലേ? ഇത് വേറെ ആരും എടുത്തിട്ടില്ല. മൂവി വേൾഡ് ആണ്. അതെ, മൂവി വേൾഡിന് നമ്മൾ കൊടുത്തിരിക്കുകയാണ് സുമേഷ് ഏട്ടന്റെ പേരിലല്ലേ? ഇനിയിപ്പോ ഇത് കാണുമ്പോ കുറെ പേര് പിണങ്ങും. കുറെ പേര് നമ്മളിങ്ങനെ വിളിച്ചു ചോദിച്ചായിരുന്നു. ഇത് ഫുള്ള് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. കാരണം ഞാൻ നേരത്തെ ഇൻട്രോയിലും പറഞ്ഞു, നമുക്ക് ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കാരണം നിങ്ങൾ അത്രയും സ്ട്രഗിൾസിലൂടെ വന്നിട്ടാണ് ഇപ്പൊ ഇത്രയും നല്ലൊരു വീട്, ഒരു ഡ്രീം ഹോമാണിത് അല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കാറുണ്ട്. അതെ അല്ലേ? ഇത്ര ആയല്ലോ എന്ന് ഓർത്തിട്ട്. അതെ, നമ്മള് സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡ്രീം ഹോമാണ്. അതെ, അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഈ 5 മാസം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു വീട് വെക്കാൻ വേണ്ടി. ഞാൻ കേട്ട വാർഡ് 24 മണിക്കൂറും അങ്ങോട്ട് പോകുമ്പോൾ അവർ ഇവിടുന്ന് വിളിക്കും. അങ്ങനെ പോയി വയ്യാതായി സത്യം പറയാം. പനിയൊക്കെ പിടിച്ച് കിടന്നു ഓട്ടം കാരണം. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിച്ചു അല്ലേ? അതെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ചേച്ചി വരുമ്പോ അല്ലെ ഫിനാൻസ്, ശ്രീകാന്ത് ഏട്ടന്റെ ഫിനാൻസും കൂടി ഹോം ടൂർ ചെയ്യാം. എന്തായാലും കല്യാണമൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ ഫാൻസിന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും സ്നേഹം മാത്രം. അതെ അല്ലേ അമ്മ? എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലേ ഞങ്ങൾ ഇങ്ങനെ വിജയിച്ച് മുകളോട്ട് പോകത്തുള്ളൂ. അയ്യോടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.